ദി സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന യൂണിറ്റ് ആണല്ലോ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ആണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഇന്ന് പറയുന്നത്. ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, ആ ഒരു സിസ്റ്റം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത്, സ്റ്റേറ്റിന്റെ രൂപീകരണം എങ്ങനെയാണ്, ഒരു രാഷ്ട്രത്തിന്റെ, ഒരു രാജ്യത്തിന്റെ രൂപീകരണം എങ്ങനെയാണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായിട്ടുമുള്ള കുറച്ച് തിയറീസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ രൂപീകരണം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ആവിർഭാവം എന്നൊക്കെ പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ തിയറീസ് ആണ്, അല്ലെങ്കിൽ തിയറീസിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ലുക്ക് അറ്റ് സം ഓഫ് ദി തിയറീസ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ഗിവൺ ബിലോ. രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട, രാഷ്ട്രത്തിന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട ഒരു 4 തിയറികൾ ഇവിടെ കാണാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ആ തിയറീസിന്റെ പേര് ആദ്യം നോക്കാം. ഏതൊക്കെയാണ് 4 തിയറികൾ? ഒന്ന്, ഡിവൈൻ റൈറ്റ് തിയറി. ഓക്കെ, അഥവാ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിന് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയാം. ദൈവദത്ത സിദ്ധാന്തം. ഓക്കെ, ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നമുക്ക് നോക്കാം. രണ്ടാമത്തേത് ഇവല്യൂഷണറി തിയറിയാണ്, പരിണാമ സിദ്ധാന്തം. ഇവല്യൂഷണറി തിയറി, നമ്മൾ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ട ആ ഒരു ടേം നമുക്ക് പരിചയം ഉണ്ടാവും ബയോളജിയിലോ മറ്റോ. മറ്റേത് സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ്, സോഷ്യൽ കോൺട്രാക്ട് തിയറി. ലാസ്റ്റ് വൺ പവർ തിയറി. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയെ നമുക്ക് സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം എന്ന് പറയാം, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. ലാസ്റ്റ് വൺ പവർ തിയറി, ശക്തി സിദ്ധാന്തം. അപ്പൊ ഇങ്ങനെയുള്ള 4 ഡിഫറെന്റ് തിയറീസ് സ്റ്റേറ്റിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഡിവൈൻ റൈറ്റ് തിയറി ആണെങ്കിൽ ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു, ഇതൊന്നും എക്സ്ട്രാ റീഡിംഗ് അല്ല, നിർബന്ധമായിട്ടും പഠിക്കാനുള്ള, എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. അപ്പൊ എന്താ ഡിവൈൻ റൈറ്റ് തിയറി, ദൈവദത്ത സിദ്ധാന്തം? അത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഇസ് എ ക്രിയേഷൻ ഓഫ് ഗോഡ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം ഉണ്ടാക്കിയതാണ് എന്തിനെ? സ്റ്റേറ്റിന്, ഒരു രാഷ്ട്രത്തെ, രാജ്യത്തെ ദൈവം ഉണ്ടാക്കിയതാണ്. ആൻഡ് കിങ് ഈസ് ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ആ രാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അപ്പൊ ആരാ? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഓക്കെ, ഒരു രാജ്യത്തെ, രാഷ്ട്രത്തെ ആരുണ്ടാക്കിയതാണ്? ദൈവം ഉണ്ടാക്കിയതാണ്. ആ രാജ്യത്തെ രാജാവിനെ ദൈവം നിയോഗിച്ചതാണ്. ദൈവത്തിന്റെ പ്രതിനിധിയാണ്, റെപ്രസെന്റേറ്റീവ് ആണ് ആര്? രാജാവ്. കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് മാത്രമേ രാജാവിന് എന്തുള്ളൂ? കടപ്പാടുള്ളൂ. ദൈവത്തിനോട് മാത്രമേ രാജാവ് മറുപടി പറയേണ്ടതുള്ളൂ. ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. രാജാവിന് ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ തിയറി, ഡിവൈൻ റൈറ്റ് തിയറി. സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, ആൻഡ് കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് മിക്കവാറും നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, പഴയ കാലഘട്ടങ്ങളിൽ, രാജഭരണമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു തിയറി ആയിരിക്കും. ഓക്കെ, രാജാവിനെ ദൈവം നിയോഗിച്ചതാണ് എന്നൊരു വിശ്വാസം ഉണ്ടായാൽ ജനങ്ങൾ രാജാവിനെ അനുസരിച്ചോളും. അപ്പൊ അതിന്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു തിയറി പോട്ടെ. അപ്പൊ ഒന്ന് കഴിഞ്ഞു. ഈ രണ്ടാമത്തേത് ഇവല്യൂഷണറി തിയറിയാണ്, അല്ലെ? ഇവല്യൂഷണറി തിയറി. ഇതിന്റെ പ്രത്യേകത, സ്റ്റേറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ഈ തിയറിയിൽ പറയുന്നത് എന്താ? ചരിത്രത്തിന്റെ സൃഷ്ടിയാണ് രാഷ്ട്രം. ഓക്കെ, രാഷ്ട്രം എന്ന് പറയുന്നത് ചരിത്ര സൃഷ്ടിയാണ്, പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ ഇവല്യൂഷൻ. ആ സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായതാണ്? രാഷ്ട്രം എങ്ങനെ ഉണ്ടായതാണ്? ഫോംഡ് ബൈ സോഷ്യൽ ഇവല്യൂഷൻ, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട്, സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട്, ചാൾസ് ഡാർവിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കാണുന്ന ജീവജാലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? ചെറിയ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഒരുപാട് വളർച്ച വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് കാലങ്ങൾ കഴിയും തോറും പല മാറ്റങ്ങൾ, പരിണാമങ്ങൾ സംഭവിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഒക്കെ എത്തി എന്ന് പറയുന്ന ചാൾസ് ഡാർവിന്റെ ഒരു തിയറി ഉണ്ട്, ഇവല്യൂഷൻ തിയറി. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തിയറിയിൽ പറയുന്നത്. ഇവല്യൂഷണറി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, അത് ചരിത്രത്തിന്റെ സൃഷ്ടിയാണ്. ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ ഇവല്യൂഷൻ. എത്രയോ യുഗങ്ങൾ കൊണ്ട്, കാലങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ പരിണാമങ്ങൾ, സാമൂഹ്യ പരിണാമങ്ങൾ എന്ന് വെച്ചാൽ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ഉണ്ടായത് എന്നാണ് ഇവല്യൂഷണറി തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, സോഷ്യൽ കോൺട്രാക്ട് തിയറി.
ഓക്കെ, സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് റൂസോയുടെ ഒരു ഗ്രന്ഥമാണ്. സോഷ്യൽ കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. റൂസോയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു റൂസോ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ചിന്തകനായിട്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ആ റൂസോയുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ് came into existence as a result of a contract by the people. അതായത് ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ഉണ്ടായത്, രാഷ്ട്രം ഉണ്ടായത്. ഓക്കെ, ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന്റെ, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തതാണ് ഇത് സ്റ്റേറ്റ്. സ്റ്റേറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു കരാറിലൂടെ ജനങ്ങൾ സ്റ്റേറ്റ് ഉണ്ടാക്കിയത്? മനുഷ്യന്റെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി, സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രാഷ്ട്രത്തിന് രൂപം നൽകിയത്. ഒരർത്ഥത്തിൽ അത് ചിന്തിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇലക്ഷന്റെ കാര്യം നോക്കുക. നമ്മൾ ഓരോ ഗവൺമെന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ആളുകളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ഭൂരിപക്ഷം കിട്ടിയ ആളുകൾ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. 5 വർഷത്തേക്കുള്ള നമ്മൾ അവർക്ക് നൽകുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. എന്താണ് കോൺട്രാക്റ്റിലുള്ള വ്യവസ്ഥ? ഈ 5 വർഷം അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങൾക്കുള്ള ഒരുപാട് സർവീസസ് അവർ ലഭ്യമാക്കണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ഒരു കരാറാണ്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്ത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്നാണ് ഇവിടെ പറയുന്നത്. സോ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് എ കോൺട്രാക്ട് ബൈ ദി പീപ്പിൾ. ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റിന്റെ, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് രാഷ്ട്രം. ആൻഡ് ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ഫോർ ദി ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ പല വൈവിധ്യങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് സ്റ്റേറ്റ് എന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ പറയുന്നത്, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തത്തിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പവർ തിയറി, ശക്തി സിദ്ധാന്തം. ഇത് പണ്ടത്തെ ഒരു സിദ്ധാന്തം തന്നെയാണ്. എന്താ ശക്തി സിദ്ധാന്തത്തിൽ പറയുന്നത്? നമ്മൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലേ? അതായത് ആർക്കാണോ കൂടുതൽ ശക്തി, സാമ്പത്തികമായിട്ടൊക്കെ ആർക്കാണോ കൂടുതൽ ശക്തി, അവര് സമൂഹത്തെ നിയന്ത്രിക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റ്. Okay, state came into existence as a result of the establishment of power by the strong over the weak. Establishment of power by the strong over the weak. അതായത് ശക്തരായവർ ദുർബലരായ ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അതായത് കുറച്ചാളുകൾ ഭരിക്കുന്നവരും കുറച്ചാളുകൾ ഭരിക്കപ്പെടുന്നവരുമാണല്ലോ. അപ്പൊ ശക്തരായ ആളുകൾ ഭരിക്കുന്നവരെ രംഗത്തേക്ക് അല്ലെങ്കിൽ ഭരിക്കുന്നവരായിട്ട് മാറി, ദുർബലരായ ആളുകൾ ഭരിക്കപ്പെടുന്നവരായിട്ട് സാധാരണ ജനങ്ങളായിട്ട് മാറി. സോ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദി സ്ട്രോങ് ഓവർ ദി വീക്ക്. ശക്തരായ ആളുകൾ ദുർബലരായിട്ടുള്ള ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെയാണ് രാഷ്ട്രം ഉണ്ടായത്. ഇങ്ങനെയുള്ള 4 കൺസെപ്റ്റുകളാണ് ഒരു സ്റ്റേറ്റിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഇനി അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് നോക്കാം. ഫ്രം ദി തിയറീസ് ഗിവൻ അബൌട്ട് ദി മോസ്റ്റ് ആക്സെപ്റ്റബിൾ ഈസ്. ഈ പറഞ്ഞ 4 ഏറ്റവും സ്വീകാര്യമായ തിയറി ഏതാണ്? ദി തിയറി ഓഫ് ഇവല്യൂഷൻ. ഓക്കെ, തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമ സിദ്ധാന്തമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ദിസ് തിയറി ടെൽസ് us that state was formed. ഈ തിയറിയിൽ പറയുന്ന കാര്യം ഒന്നും കൂടി എടുത്ത് പറയാണ്. സ്റ്റേറ്റ് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് several social circumstances and it reached its present form through the process of evolution. ഓക്കെ, ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്റ്റേറ്റുകൾ എത്തിയത് എങ്ങനെയാ? നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ ഇവല്യൂഷൻ. അതായത് സാമൂഹ്യ പരിണാമത്തിലൂടെ. പരിണാമം എന്ന് പറയുമ്പോൾ കാലക്രമേണ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന പ്രസന്റ് കണ്ടീഷനിലേക്ക് ഒരു സ്റ്റേറ്റ് എത്തിയതെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഒരുപാട് സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് ആ കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കാണുന്ന സ്റ്റേറ്റ്, രാഷ്ട്രം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ആൻഡ് സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ട്രൈബ്. ഒരു രാഷ്ട്രം നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ട്രൈബ്സ് എന്ന രൂപത്തിലാണ് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയത് പല സ്ഥലത്തും അല്ലെ. സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ട്രൈബ്.
അതായത് ഗോത്രങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് അതെന്തായി? ആൻഡ് ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലേറ്റർ ഡെവലപ്ഡ് ആസ് സിറ്റി സ്റ്റേറ്റ്, എംപയർ സ്റ്റേറ്റ് ആൻഡ് ഫ്യൂഡൽ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ജനങ്ങൾ ഏറ്റവും ആദ്യം പിന്നെ ഒരു ഗോത്രമായിട്ട് താമസിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഗോത്രങ്ങൾ കൂടി ചേർന്ന് ഗോത്ര ഭരണം അവിടെ പിന്നെ ആരംഭിച്ചു. അവർക്കൊരു ഗോത്ര തലവൻ ഉണ്ടാവാൻ തുടങ്ങി. പിന്നീട് നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ജനപദങ്ങൾ, മഹാജനപദങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ പിന്നെ സിറ്റി സ്റ്റേറ്റ്, നഗര രാഷ്ട്രങ്ങൾ, എംപയർ സ്റ്റേറ്റ്, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, അതേപോലെ ഫ്യൂഡൽ സ്റ്റേറ്റ്, ഫ്യൂഡൽ രാഷ്ട്രം, ഇങ്ങനെ പല പല രൂപത്തിലേക്ക് അല്ലെങ്കിൽ പല പല രൂപങ്ങളിലൂടെ സ്റ്റേറ്റിന് എന്തുണ്ടായിട്ടുണ്ട്? എവല്യൂഷൻ സംഭവിച്ച്, പരിണാമം സംഭവിച്ചു, അല്ലെങ്കിൽ കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിയത് എന്ന് സ്ഥാപിക്കുന്ന സിദ്ധാന്തമാണ്, തിയറിയാണ് ഇവല്യൂഷൻ തിയറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ കൂടുതൽ സയന്റിഫിക് ആണ്, അതേപോലെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറിയാണ് എന്നൊക്കെ പറയുന്നത്. ടുഡേ സ്റ്റേറ്റ്സ് ആർ കോമൺലി നോൺ ആസ് നേഷൻ സ്റ്റേറ്റ്സ്. ഇന്ന് രാഷ്ട്രങ്ങളെ പൊതുവെ വിളിക്കുന്നത് ഏത് പേരിലാണ്? നാഷൻ സ്റ്റേറ്റ് എന്ന പേരിലാണ്. ദേശരാഷ്ട്രം, നേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ദേശരാഷ്ട്രം എന്നാണ് വിളിക്കാറുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? ഇവിടെ പറയുന്നു ബിക്കോസ് they are formed on the basis of a feeling of nationalism. അതായത് ഒരു പിന്നെ പൊതുവായിട്ടുള്ള ദേശീയതയുടെ അടിസ്ഥാനത്തിൽ, ഒരു പൊതുവായ ദേശീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാഷ്ട്രം നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഒരുപാട് ഭാഷകളുള്ള, ഒരുപാട് മതങ്ങളുള്ള, അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളുള്ള, പല വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ഒരൊറ്റ രാജ്യത്തെ ജനങ്ങളാണെന്നുള്ള ആ സെൻസ് ഓഫ് യൂണിറ്റി, ആ ഒരു ദേശീയ ബോധം, അതിന്റെ ഒരൊറ്റ ബലത്തിലാണ് നമ്മുടെ രാജ്യം ചിതറിപ്പോവാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരു പൊതുവായ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ നാഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു, ഏറ്റവും ആദ്യം തുടക്കത്തിൽ ട്രൈബ്സ് ആയിരുന്നു, അല്ലെ? അപ്പോൾ ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് ആ ഒരു ട്രൈബൽ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ മാറി 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 പല മാറ്റങ്ങളും സംഭവിച്ചു. അപ്പൊ ഇന്ന് പൊതുവെ നമ്മൾ കോമൺലി ദി സ്റ്റേറ്റ്സ് കോമൺലി today known as nation states because they are formed on the basis of a feeling of nationalism. ഒരു പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാൽ നമുക്ക് ഇന്ന് രാഷ്ട്രങ്ങളെ എന്ത് വിളിക്കാം? ദേശരാഷ്ട്രം, നാഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇനി ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ചിത്രം കാണാം, പാസ്പോർട്ടിന്റെ, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ചിത്രമാണ്. പാസ്പോർട്ട് ഓഫ് ദി, ഇവിടെ കാണാം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ പാസ്പോർട്ട്, അല്ലെ? സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏരിയ അതാണ്. സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ, ഒരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ പൗരനും. We have discussed earlier that population is an essential factor of state. ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പോപ്പുലേഷൻ വേണമെന്ന് നമ്മൾ പഠിച്ചു. The picture of a passport is given, which is essential for an Indian citizen to travel outside India. ഒരു ഇന്ത്യക്കാരന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സാധനമാണ് ഇത്, പാസ്പോർട്ട്. നമുക്കറിയാം, അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണാലിറ്റി ഇസ് റെക്കോർഡഡ് ഇൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എക്സെട്ര. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ, അതേപോലെ SSLC ബുക്കിൽ, അതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലൊക്കെ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും? നമ്മുടെ നാഷണാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഏത് രാജ്യക്കാരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആൻഡ് ദിസ് റിവീൽസ് ദി സിറ്റിസൺഷിപ്പ് ഓഫ് അൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ഈ നാഷണാലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇന്ത്യൻ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നാണ്, അല്ലെ? മറ്റു രാജ്യത്തിന്റെ പേരാണെങ്കിൽ ആ രാജ്യത്തെ സിറ്റിസൺ ആണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജനറൽ ആയിട്ട് വായിച്ചു പോകാൻ പറ്റിയ ഒരു പാസേജ് ആണ്. അപ്പൊ സിറ്റിസൺഷിപ്പിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് അരിസ്റ്റോട്ടിലിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അരിസ്റ്റോട്ടിൽ എന്താ പറയുന്നത് സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ച്? സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ? പൗരത്വം. ഓക്കെ, വിവാദമായിട്ടുള്ള, ഒരുപാട് ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ആശയം കൂടിയാണ് സിറ്റിസൺഷിപ്പ്. സോ പൗരത്വം, എ പേഴ്സൺ who has the right to participate in the law-making procedure and the implementation of law is called the citizen of that state. ഒരു രാജ്യത്തെ സിറ്റിസൺ ആരാന്ന് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നു എ പേഴ്സൺ ഹു ഹാസ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഒരു രാജ്യത്തെ നിയമനിർമ്മാണ പ്രവർത്തികളിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണ നടപടികളിൽ പങ്കെടുക്കുക, അതേപോലെ തന്നെ ആൻഡ് ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ, ആ രാജ്യത്തെ നീതിന്യായത്തിലും പങ്കെടുക്കുക. ഒരു രാജ്യത്തെ നിയമനിർമ്മാണത്തിലും അതേപോലെ നീതി നിർവഹണത്തിലും, ഇംപ്ലിമെന്റേഷൻ ആണല്ലോ, അപ്പോൾ നിയമനിർമ്മാണത്തിലും, ലോ മേക്കിങ്ങിലും, നിയമനിർമ്മാണത്തിലും, അതേപോലെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ, നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ ഒരു വ്യക്തിക്ക് അവകാശമുണ്ടെങ്കിൽ അയാൾ ആ രാജ്യത്തെ പൗരനാണ്.
ഓക്കെ, ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും അതേപോലെ നീതി നിർവഹണത്തിലുമൊക്കെ പങ്കെടുക്കാൻ അധികാരമുള്ള വ്യക്തിയെ ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് നമുക്ക് വിളിക്കാം. ഇങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ഓൺ സിറ്റിസൺഷിപ്പ് ഈസ് ഗിവൺ അബോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ വായിച്ചു. ദി റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ ഈസ് മെയ്ഡ് ക്ലിയർ ഇൻ ഇറ്റ്. ഓക്കെ, സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ്. സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. എന്താ അർത്ഥം? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വമാണ്, മെമ്പർഷിപ്പാണ്. ചില ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് ഗ്രേഡ് 1 എന്നോ അല്ലെങ്കിൽ 5 സ്റ്റാർ എന്നോ 2 സ്റ്റാർ എന്നോ അങ്ങനെയുള്ള ഒരു വിവേചനം അവിടെ ഇല്ല. സിറ്റിസൺഷിപ്പിൽ ഒരൊറ്റ കാറ്റഗറിയേ ഉള്ളൂ, അത് ആ രാജ്യത്തെ സിറ്റിസൺ ആണോ അല്ലേ, ഈ ഒരു കാര്യം മാത്രം. അതിലെന്തില്ല, വേറെ വേറെ ഗ്രേഡുകളില്ല. സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. അപ്പോൾ ഒരു രാജ്യത്തെ തുല്യവും അതേപോലെ പൂർണ്ണവുമായിട്ടുള്ള മെമ്പർഷിപ്പാണ്, അംഗത്വമാണ് എന്ത്, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൻഡ് സിറ്റിസൺഷിപ്പ് enables a person to experience or to enjoy political and civil rights. ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ അയാൾ ആ രാജ്യത്തെ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, സിറ്റിസൺഷിപ്പ് enables a person to experience political and civil rights. അതായത് പൗരത്വം ഒരു വ്യക്തിയെ ആ രാജ്യത്തെ രാഷ്ട്രീയ അവകാശങ്ങളും അതേപോലെ പൗരാവകാശങ്ങളും ഒക്കെ അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു. അപ്പൊ എന്താ ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ്? നമുക്ക് അപ്പുറത്തെ പേജിൽ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടാവും. ഉണ്ട്, ആ സമയത്ത് പറയാം. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സും സിവിൽ റൈറ്റ്സും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു രാജ്യത്തെ സിറ്റിസൺ ആയിരിക്കണം. ഒബ്സർവ് ദി ചാർട്ട് വിച്ച് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ. അതായത് ഇവിടെ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്സും അതേപോലെ ഡ്യൂട്ടീസുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് സിറ്റിസന് റൈറ്റ്സ് ഡ്യൂട്ടീസ്, 4 കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ആരോ മാർക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സ്റ്റേറ്റ് ഒരുപാട് റൈറ്റ്സ്, അവകാശങ്ങൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ആ രാജ്യത്തെ സിറ്റിസന്, പൗരന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പൗരന്മാർ തിരിച്ച് രാഷ്ട്രത്തിലേക്ക് ഒരുപാട് ഡ്യൂട്ടീസ് അതേപോലെ എന്ത് ചെയ്യാനുണ്ട്, ചെയ്യേണ്ടതുമായിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഒരുപാട് റൈറ്റ്സ് സിറ്റിസന് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സിറ്റിസൺ എന്ത് ചെയ്യണം? രാഷ്ട്രത്തിലേക്ക് ഒരുപാട് ഡ്യൂട്ടീസ്, ഒരുപാട് കടമകൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. സ്റ്റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് 6 മൗലിക അവകാശങ്ങൾ. അതേപോലെ തിരിച്ച് നമുക്ക് രാഷ്ട്രത്തോട് തിരിച്ച് അങ്ങോട്ട് കുറെ കടമകളുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയും, മൗലിക കർത്തവ്യങ്ങൾ. അതും കൂടി ചെയ്യുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. വൺ സൈഡ് മാത്രമല്ലല്ലോ, രണ്ട് വശങ്ങളാണ്, ഒരേ കോയിന്റെ 2 സൈഡ്സ് ആണ്, 2 വശങ്ങളാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ സ്റ്റേറ്റ് നമുക്ക് ഒരുപാട്, സ്റ്റേറ്റ് ആ രാജ്യത്തെ സിറ്റിസൺസിന് ഒരുപാട് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സിറ്റിസൺസ് എന്ത് ചെയ്യണം? തിരിച്ച് രാഷ്ട്രത്തിലേക്ക്, സ്റ്റേറ്റിലേക്ക് ഒരുപാട് ഡ്യൂട്ടീസ് തിരിച്ച് അങ്ങോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം കാണിക്കുന്ന ചിത്രമാണ്, ചാർട്ടാണ് ഇവിടെ കൊടുത്തത്. Then it is clear that state ensures, എന്ന് മാർക്ക് ചെയ്യാം. Okay, state ensures certain rights, citizens have certain duties to perform. അല്ലേ? അതായത് രാഷ്ട്രം നമുക്ക് പല അവകാശങ്ങളും തരുമ്പോൾ തിരിച്ച് നമ്മൾ രാഷ്ട്രത്തിലേക്ക് പല ഡ്യൂട്ടീസും ചെയ്യുന്നു അല്ലെങ്കിൽ നിർവഹിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത സെന്റൻസിൽ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. The concept of citizenship gained importance when democracy came into existence. ജനാധിപത്യം എന്ന് പറയുന്ന, ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോകവ്യാപകമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഇത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ജനാധിപത്യം ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ലോകവ്യാപകമായിട്ട് രൂപീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ തുടങ്ങിയിട്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മെഡിവൽ പീരീഡിലൊക്കെ ലോകത്തെമ്പാടും രാജഭരണങ്ങളാണ്. അത് ക്രമേണ മാറി 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 വന്നു ജനാധിപത്യം എന്ന രൂപത്തിലേക്ക്. ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നും ഇല്ല നമ്മൾ കടന്നു വന്നിട്ട്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന, ജനാധിപത്യം എന്ന് പറയുന്ന ആശയം എന്ന് മുതലാണോ പ്രാധാന്യത്തിൽ വരാൻ തുടങ്ങിയത്, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൈവന്നിട്ടുള്ള ഒരു ആശയമാണ് ഇത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം. ഓക്കെ, അഥവാ പൗരത്വം എന്ന് പറയുന്ന ആശയം. In the execution of administration, democracy ensures the participation of the citizens through political rights.
ഓക്കെ, പൊളിറ്റിക്കൽ റൈറ്റ്സിനെ പറ്റി അവിടെ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നിലവിൽ വന്നതോടെയാണ് ഈ സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന ആശയത്തിന് പ്രാധാന്യം ലഭിച്ചത്. പിന്നെ അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞത്? ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണനിർവഹണത്തിൽ അല്ലെ, ഡെമോക്രസി എൻഷുവേഴ്സ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസ് ത്രൂ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഓക്കെ, അതായത് ഈ ജനാധിപത്യ വ്യവസ്ഥ ഭരണനിർവഹണത്തിൽ ഒരു സിറ്റിസന്റെ, ഒരു പൗരന്റെ പങ്കാളിത്തം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ത്രൂ പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ പങ്കാളിത്തം ജനാധിപത്യത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ഓൺലി ദി സിറ്റിസൺസ് ക്യാൻ എൻജോയ് ദി പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് എ നേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവിടെ പറയേണ്ട ഒരു പോയിന്റ് ആണ് ഇതും. ഓൺലി ദി സിറ്റിസൺസ് ക്യാൻ എൻജോയ് ദി പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് എ നേഷൻ. ഒരു രാഷ്ട്രത്തിലെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശങ്ങൾ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ആ രാജ്യത്തെ സിറ്റിസന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടും അതേപോലെ ടൂറിസത്തിന്റെ പേരിലൊക്കെ വരുന്നുണ്ട്, വെറുതെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റൂല. അത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഇന്ത്യയിലുള്ള ഇന്ത്യൻ സിറ്റിസന് മാത്രമേ പറ്റുള്ളൂ. ഇന്ത്യയിലുള്ള എന്ന് പറയുന്നില്ല, ഇന്ത്യൻ സിറ്റിസൺസ് ഒരുപാട് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ എങ്കിൽ അവർക്ക് എന്തുണ്ട്? ഇവിടുത്തെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ അറിയണം ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഓക്കെ, ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പാരഗ്രാഫും കൂടിയുണ്ട്, അതും കൂടി വായിച്ചിട്ട് പോവാം. ആർ ഓൾ ദി പീപ്പിൾ ലിവിംഗ് ഇൻ എ നേഷൻ ഇറ്റ്സ് സിറ്റിസൺ. ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ആ രാജ്യത്തെ പൗരന്മാരാണോ? അല്ല, നമുക്കറിയാം, ഒരിക്കലും അല്ല. അപ്പാർട്ട് ഫ്രം സിറ്റിസൺസ് ദർ മേ ബി ഫോറിനേഴ്സ്, വിദേശികൾ ഉണ്ടാവും അല്ലെ, നമുക്കറിയാം. ഡോണ്ട് യു നോ ദാറ്റ് മെനി ഇന്ത്യൻ സിറ്റിസൺസ് ആർ വർക്കിംഗ് അബ്രോഡ്. അതേപോലെ ഒരുപാട് ഇന്ത്യൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഫോറിനേഴ്സ് ഡു നോട്ട് ഹാവ് ഓൾ ദി റൈറ്റ്സ് ദാറ്റ് സിറ്റിസൺസ് എൻജോയ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് വിദേശികൾക്ക് എന്ത് കിട്ടൂല? ഒരു സിറ്റിസൺ, ഒരു പൗരൻ, ഒരു രാജ്യത്തെ പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരു വിദേശിക്ക് കിട്ടൂല. ഒരു അവകാശം കിട്ടൂല എന്നല്ല പറയുന്നത്, ഒരു പൗരന് കിട്ടുന്ന എല്ലാ അവകാശവും ഒരു വിദേശിക്ക് കിട്ടൂല. ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശങ്ങൾ. Certain rights which are available in India exclusively to its citizens are given below. Add more. അപ്പൊ ഇന്ത്യയിലെ പൗരന് മാത്രം കിട്ടുന്ന, ഒരു ഇന്ത്യൻ പൗരന് മാത്രം കിട്ടുന്ന കുറച്ച് അവകാശങ്ങൾ താഴെ പറയുന്നുണ്ട്. അത് കൂടുതൽ വലുതാക്കാൻ വേണ്ടി പറയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ലാറി ബേക്കർ എന്ന് പറയുന്ന ഈ ഒരു പാസേജ് ജസ്റ്റ് ഒന്ന് നോക്കാം. മുഴുവനായിട്ട് നോക്കുന്നില്ല, ഇത് ആരാന്നുള്ളത് നമുക്കൊന്ന് നോക്കണം അല്ലെ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ബ്രിട്ടനിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് പിന്നീട് വന്നു, ലെപ്രസി മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഐഡിയോളജിയാണ് ഗാന്ധിയൻ ഐഡിയോളജി. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പേരും കൂടി കിട്ടിയിട്ടുണ്ട്. ഹി ഈസ് നോൺ ആസ് ഗാന്ധിജി ഓർ ഗാന്ധി ഇൻ ദി ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ. ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ലാറി ബേക്കർ ഈസ് നോൺ ആസ് ഗാന്ധിജി ഇൻ ദി ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ. അതായത് ആർക്കിടെക്ചർ ഫീൽഡിൽ, വാസ്തുവിദ്യാ രംഗത്തെ ഗാന്ധിജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഗാന്ധിജി നമുക്കറിയാം സിമ്പിൾ ലിവിങ്ങിന്റെ ആളാണ് അല്ലെ. സിമ്പിൾ ലിവിങ്ങിന്റെ ആളാണ് ആര്? ഗാന്ധിജി. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം, വളരെ ചെലവ് കുറഞ്ഞ വീടുകൾ എങ്ങനെ ഉണ്ടാക്കാം ഓക്കെ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള പിന്നെ വീടുകളുടെ നിർമ്മാണം ഒരുപാട് നടത്തുകയും അതിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫീൽഡിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ മേഖലയിലെ ഗാന്ധി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. വാസ്തുവിദ്യാ രംഗത്തെ ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞെന്ന് മാത്രം, എക്സാമിന് ആവശ്യമില്ല. ഇദ്ദേഹം 1989 എന്ത് ചെയ്തു? ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഓക്കെ, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു, ഇന്ത്യൻ പൗരനായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് നോക്കാം. നമുക്ക് ഇന്ത്യൻ പൗരന് കിട്ടുന്ന പൊളിറ്റിക്കൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആകെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻ. റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻ, അതായത് ഇലക്ഷനിലൊക്കെ മത്സരിക്കാനുള്ള അവകാശം, അത് പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. അത് ആർക്കേ കിട്ടുള്ളൂ? ഒരു സിറ്റിസന് മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ ബാക്കി ഒരു 2 പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസർ ഇവിടെ ഉണ്ട്. മുകളിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. റൈറ്റ് ടു വോട്ട് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, ഇലക്ഷനിൽ മത്സരിക്കുക. അതേപോലെ റൈറ്റ് ടു ഫോം ഓർഗനൈസേഷൻ, സംഘടനകൾ ഉണ്ടാക്കുക. റൈറ്റ് ടു ക്രിട്ടിസൈസ് ഗവൺമെന്റ്, സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? ഒരു വിദേശിക്കല്ല, അത് ഇന്ത്യൻ പൗരന്, നമ്മുടെ ഒരു രാജ്യത്തെ പൗരന് മാത്രമേ ഉള്ളൂ. അതേപോലെ റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, അതായത് പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പദവികളൊക്കെ വഹിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പൊ അതിന് ഇവിടെ നേരെ പകർത്തി എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർക്കേ കിട്ടുള്ളൂ? ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ കിട്ടുള്ളൂ.
ഇന്ത്യൻ പൗരനെന്നല്ല, ഒരു രാജ്യത്തെ പൗരന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഡു ഓൾ ദി സിറ്റിസൺസ് ഓഫ് എ നേഷൻ ഗെറ്റ് ദെയർ സിറ്റിസൺഷിപ്പ് ഇൻ ദി സെയിം മാനർ? ഒരു രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ തന്നെയാണോ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു രാജ്യത്തെ എല്ലാവരുടെയും പൗരത്വം, സിറ്റിസൺഷിപ്പ് ഒരേ രീതിയിൽ തന്നെ കിട്ടുന്നതാണോ? അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ദർ ആർ 2 types ഓഫ് സിറ്റിസൺസ്. എളുപ്പമുള്ള ഒരു കൺസെപ്റ്റും അതേസമയം എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതുമായിട്ടുള്ള ഒന്നുമാണിത് കേട്ടോ. ദർ ആർ 2 types ഓഫ് സിറ്റിസൺഷിപ്പ്. ഏതൊക്കെയാ 2 ടൈപ്പ്? ഒന്ന് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, മറ്റൊന്ന് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവിക പൗരത്വം, ജന്മനാ കിട്ടുന്നതാണ്. അക്വയർഡ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലാറി ബേക്കർ, ഇദ്ദേഹത്തിൻ്റെത് അക്വയർഡ് ആണ്. ഓക്കെ, നോക്കാം. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഈസ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ജന്മനാ കിട്ടുന്നതാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. നമ്മൾ ഒരു രാജ്യത്തെ മാതാപിതാക്കൾക്ക് ജനിക്കുമ്പോൾ ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടുന്നു, നമുക്കൊക്കെ കിട്ടിയതുപോലെ. Then, when a person acquires citizenship on the basis of the legal procedure of a nation, it is acquired citizenship. അതായത് ഒരു രാജ്യത്തെ, ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ടാവും. ആ രാജ്യത്തെ പൗരത്വം കിട്ടണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളുണ്ടാവും. അത് ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഒരു രാജ്യത്തെ ലീഗൽ പ്രൊസീജിയർ ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് അതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് എന്ത്? അക്വയർഡ്, ആർജിത പൗരത്വം, നേടിയെടുക്കുന്ന പൗരത്വം, അക്വയർഡ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, അങ്ങനെ ഒരു രാജ്യത്തിന്റെ നിയമ നടപടികൾ, ആ പ്രൊസീജിയറൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന പൗരത്വമാണ് ഏത്? ആർജിത പൗരത്വം. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മളെ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള സോണിയാഗാന്ധി. അവർ ഇറ്റലിക്കാരിയാണ്, ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തവരാണ്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ മത്സരിക്കാം. ഇന്ത്യയിൽ ഏതൊരു സിറ്റിസനും കിട്ടുന്ന ഏതൊരു അവകാശവും അവർക്കും കിട്ടും. അതുകൊണ്ടാണ് അവരിപ്പോൾ നിലവിൽ MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. കാരണം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവർ നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ റൈറ്റ്, കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം അവർക്ക് കിട്ടി. അവർ മത്സരിച്ചു, വിജയിക്കുകയും ചെയ്തു. ഓക്കെ, then one can acquire citizenship if the criteria of citizenship are fulfilled. അതായത് ഒരാൾക്ക്, മറ്റൊരു വ്യക്തിക്ക് ഇപ്പൊ ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ പറയുന്ന ഒരു പൗരത്വം കിട്ടാൻ ആവശ്യമായ നടപടികൾ എന്തൊക്കെയാണോ അത് മുഴുവൻ പാലിച്ചാൽ ഇന്ത്യൻ പൗരത്വം കിട്ടും. ഒരു ഇന്ത്യക്കാരന് അമേരിക്കൻ പൗരത്വം കിട്ടണമെങ്കിൽ, അമേരിക്കയിൽ പൗരത്വം കിട്ടണമെങ്കിൽ എന്തൊക്കെയാണോ നിയമ നടപടികൾ ഉള്ളത് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ, ഫുൾഫിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അതും കൂടി നമുക്ക് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവും. പെട്ടെന്ന് തന്നെ അത് നോക്കാം. Political science. So far we were discussing different concepts relating to state. The study of state and government started from ancient time itself. അതായത് സ്റ്റേറ്റിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയൊക്കെയുള്ള പഠനം എന്നും ആരംഭിച്ചിട്ടുണ്ട്? അത് പ്രാചീന കാലം മുതൽക്കേ, ആൻഷ്യന്റ് ടൈം ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ മലയാളം പറയുകയാണെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസ എന്നൊക്കെ പറയാം. ഓക്കെ, രാഷ്ട്രതന്ത്ര ശാസ്ത്രം അത് അറിയാലോ, പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ +1 ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ആസ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആർ കണക്റ്റഡ് വിത്ത് മാൻസ് ഡേ ടു ഡേ അഫയേഴ്സ്, ദേ നീഡ് കംപ്രഹെൻസീവ് അനാലിസിസ് ആൻഡ് സ്റ്റഡി. അതായത് മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ആസ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആർ കണക്റ്റഡ് വിത്ത് മാൻസ് ഡേ ടു ഡേ അഫയേഴ്സ്, മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയാണത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് ആവശ്യവുമാണ്. So political science came into existence, an area of study connected with the state. അപ്പോൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പഠനം, ഓക്കെ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പഠനം എന്ന നിലക്കാണ് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രതന്ത്ര ശാസ്ത്രം നിലവിൽ വരുന്നത്. ഓക്കെ, സ്റ്റഡി അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന രൂപത്തിൽ. അനലൈസ് ദി ഡെഫിനിഷൻ ഗിവൺ ബൈ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ഓൺ പൊളിറ്റിക്കൽ സയൻസ്. അതൊന്ന് ശ്രദ്ധിക്കണം, ആ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ അരിസ്റ്റോട്ടിൽ പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസിന് അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ ആണ്, സിമ്പിൾ വൺ. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റേറ്റിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. According to the definition of Aristotle, political science is the study of institution. It is the study of, political science is the study of institutions like state and government. അല്ലെ, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുള്ള പഠനമാണെന്ത്
പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 1 മാർക്കിന്റെ ഒരു ഭാഗം ഇവിടെ പറയാം. അരിസ്റ്റോട്ടിൽ ഗേവ് ദി നെയിം പൊളിറ്റിക്സ് ടു ഹിസ് ബുക്ക് ഡീലിംഗ് വിത്ത് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. അരിസ്റ്റോട്ടിൽ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിന്റെ പേര് അദ്ദേഹം കൊടുത്തതെന്താണ്? പൊളിറ്റിക്സ് എന്നാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. This is the first book which makes a comprehensive analysis of the state. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയ ആദ്യത്തെ ഗ്രന്ഥം കൂടിയാണ് പൊളിറ്റിക്സ്. അതിന്റെ ഓഥർ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ is known as the father of political science. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ്. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു വലിയ പുസ്തകം പൊളിറ്റിക്സ് എന്ന പേരിൽ എഴുതിയത് അദ്ദേഹമാണ്. ഓക്കെ, ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് സോക്രട്ടീസ്, പ്ലേറ്റോ ഓൾസോ ഹെൽപ്ഡ് ദി ഒറിജിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ അദ്ദേഹത്തെ പോലെ തന്നെ പ്ലേറ്റോ, സോക്രട്ടീസ് അങ്ങനെയുള്ള ഒരുപാട് ചിന്തകന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പിന്നിലുണ്ട്. Okay, the word politics was derived from the Greek word polis, which means city state. ഈ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഗ്രീക്ക് വേർഡായിട്ടുള്ള പോളിസ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അതിന്റെ അർത്ഥം എന്താ? സിറ്റി സ്റ്റേറ്റ് എന്നാണ്, നഗര രാഷ്ട്രം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ സ്റ്റേറ്റും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു പഠനം എന്ന രൂപത്തിലാണ് ഉണ്ടായത് അല്ലേ? ഓക്കെ, അറ്റ് ഫസ്റ്റ് political science took up the study of institutions like state and government and its functioning. തുടക്കത്തിൽ സ്റ്റേറ്റും ഗവൺമെന്റുമായി സ്റ്റേറ്റ് അതേപോലെ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി, അതിന്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റി മാത്രമാണ് ഈ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിരുന്നത്. എന്നാൽ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം ഒക്കെ നിലവിൽ വരാൻ തുടങ്ങിയപ്പോൾ ദി കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു ഭാഗം അതിന്റെ പഠന വിഷയമാവാൻ തുടങ്ങി. ആസ് എ റിസൾട്ട്, in addition to the study of political institutions, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടാതെ the study of political processes also became a part of political science. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മാത്രമല്ലാതെ ഡെമോക്രാറ്റിക് സിസ്റ്റം വന്നതോടെ എന്തിനെ കുറിച്ചും പഠിക്കാൻ തുടങ്ങി. the study of political processes also became a part of political science. okay, political processes. ഓക്കെ, ഈ കാര്യം കൂടി, അതായത് ഡെമോക്രസി വന്നപ്പോൾ ആ ഒരു ഭരണത്തിന്റെ വിവിധ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ പഠന വിധേയമാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ക്രമേണ അതിന്റെ സ്റ്റഡി ഏരിയ എന്താവാണ്? ബ്രോഡ് ആവുകയാണ്, അല്ലെങ്കിൽ വൈഡൻ ചെയ്യാണ്. ദി ഫീൽഡ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ പഠന വിധേയമാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ സ്റ്റേറ്റും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമായിരുന്നു അത്. എന്നാൽ പിന്നീട് അത് ഒരുപാട് വളർന്ന് പല കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇന്ന് അത് എന്തിനെ കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്? ഒബ്സർവ് ദി ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ദി ഗിവൻ ഡയഗ്രാം. ഓക്കെ, ഇതാ ഇവിടെ ഒരു ചിത്രത്തിൽ കാണാം. തുടക്കത്തിൽ സ്റ്റേറ്റും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പഠനമായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം പഠിക്കുന്നു. ഇതിനെ പറ്റിയൊക്കെ പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റി, ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിന് കീഴിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് 2 സെന്റൻസും കൂടി. യു ആർ നൗ ഫെമിലിയർ വിത്ത് ദി മെയിൻ ബ്രാഞ്ചസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പാർട്ട് ഫ്രം ദീസ് 4 branches of study, all concepts related to political processes are also discussed as a part of political science. ഓക്കെ, അതായത് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ ഏരിയ നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പഠന വിധേയമാക്കുന്നുണ്ട്. നിരന്തരമായിട്ട് അതിന്റെ ആ ഒരു സ്റ്റഡി ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെയും പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം ഇവിടെ പറയുന്നു, വൈ സ്റ്റഡി പൊളിറ്റിക്കൽ സയൻസ്. നമ്മൾ എന്തിന് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം? എന്തിന് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കണം? അതിനുള്ള ആൻസർ പ്ലേറ്റോയുടെ ഒരു മറുപടിയാണ്. The result of your political inactivity is that you will be ruled by people inferior to you. നല്ലൊരു കോട്ടാണ്. അതായത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിതഫലം, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഇറങ്ങാതെ മാറി നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എന്താ? നിങ്ങളെക്കാളും മോശമായവർ നാളെ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഓക്കെ, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല, ഒന്നിലേക്കും നമ്മൾ താല്പര്യമില്ലാതെ ഇരുന്നാൽ നാളെ നമ്മളെക്കാളും മോശമായ ആളുകൾ നമ്മളെ ഭരിക്കുമെന്നാണ് പ്ലേറ്റോ പറയുന്നത്. So this viewpoint of Plato has great significance in democratic societies. വലിയ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ഈ ചിന്തകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയത്തിനുണ്ട്.
The merit of the society in which we live is based on how much we involve in the political process of that society. ഒരു സമൂഹത്തിന്റെ മേന്മ എന്ന് പറയുന്നത് നമ്മൾ ആ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനനുസരിച്ചാണ്. ഓക്കെ, ഒരു സമൂഹത്തിന്റെ മേന്മയും മികവും ഒക്കെ നമ്മൾ എങ്ങനെ ആ സമൂഹത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടുന്നു എന്നതിന് അനുസരിച്ചാണ്. So we need to logically analyze and creatively intervene in all public issues. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവായിട്ടുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ യുക്തിപൂർവം വിശകലനം ചെയ്യണം, ക്രിയാത്മകമായിട്ട് നമ്മൾ ഇടപെടുകയും വേണം. ഇല്ലെങ്കിൽ നമ്മളെക്കാളും മോശമായ ആൾക്കാർ നാളെ നമ്മളെ ഭരിക്കും. ഓക്കെ, വി നീഡ് ടു ലോജിക്കലി അനലൈസ് ആൻഡ് ക്രിയേറ്റീവ്ലി ഇന്റർവീൻ ഇൻ ഓൾ പബ്ലിക് ഇഷ്യൂസ്. നമ്മൾ എന്ത് ചെയ്യണം? പൊതുവായിട്ടുള്ള ഏത് വിഷയത്തെയും യുക്തിപൂർവം നമ്മൾ വിശകലനം ചെയ്യണം, ക്രിയാത്മകമായി നമ്മൾ ഇടപെടണം. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ത്? ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. Okay, the political science helps you in this. ഈ രൂപത്തിൽ ലോജിക്കലി അനലൈസ് ചെയ്യാനും, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ ലോജിക്കലി അനലൈസ് ചെയ്യാനും, ക്രിയേറ്റീവ്ലി നമുക്ക് അവിടെ ഇന്റർവീൻ ചെയ്യാനും, മീൻസ് ക്രിയേറ്റീവ്ലി നമുക്ക് ഇന്റർഫിയർ ചെയ്യാനും, ക്രിയാത്മകമായിട്ട് ഇടപെടാനും ഒക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഹെൽപ്സ് us ഫോർ ദാറ്റ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, വൈ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഉത്തരമാണ് പ്ലേറ്റോയുടെ ഈ ഒരു കോട്ടും അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള സെന്റൻസസും. ഈ രണ്ട് സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വന്നിട്ടുമുണ്ട്, അത് ഓർത്തു വെക്കുക. ഇത്തരത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് സൊസൈറ്റിയിൽ ഇടപെടാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Okay.